നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകം വലിയ വിങ്ങലായിരുന്നു. ആ പ്രതി അഷ്കർ ആദ്യ ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ച വാർത്താ വിശദാംശം അടക്കം ഇന്നലെ 24 പുറത്തുവിട്ടിരുന്നു. നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ പ്രതി അഷ്കറിന്റെ മർദ്ദനത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആമിനയെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെത്തിയാണ് സന്ദർശിക്കുന്നത്. 13 മാസത്തോളമാണ് അഷ്കറിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് കോമയിൽ ആ പാവത്തിന് കഴിയേണ്ടി വന്നത്. സമാനതയില്ലാത്ത ക്രൂരതയാണ് കുറഞ്ഞ കാലത്തെ ദാമ്പത്യത്തിനൊടുവിൽ ആ പാവത്തിന് അനുഭവിക്കേണ്ടി വന്നത്. ജീവച്ഛവമാക്കി മാറ്റുകയായിരുന്നു. ഇപ്പോൾ മേഘ്ന മുരളി നമ്മോടൊപ്പം ചെയ്തു. മേഘ്ന, ആമിനയുടെ വാക്കുകൾ ഇന്നും നമ്മുടെ മനസ്സിൽ വലിയ നോവായി നിൽക്കുകയാണ്. ആ പാവം നേരിട്ട ക്രൂരതകൾ നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. നിലവിൽ ആ 1.5 വയസ്സുകാരൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മാത്രമാണ് അഷ്കർ എന്ന കൊടും ക്രിമിനലിന്റെ ക്രൂരതകൾ ഓരോന്നോരോന്ന് നമ്മൾ പുറത്തറിയുന്നത്. ഇപ്പോൾ മന്ത്രി ആമിനെ സന്ദർശിക്കാൻ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഈ സംഭവത്തിൽ ഒരു കേസെടുക്കാൻ സാധ്യതകളടക്കം തെളിഞ്ഞു വരുന്നുണ്ട്. മന്ത്രിയുടെ സന്ദർശനം ഏത് പശ്ചാത്തലത്തിലാണ്? മന്ത്രി അവിടെ എത്തിയിട്ടുണ്ടോ? ഇപ്പോഴും ആമിന ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സുഹൈൽ, മന്ത്രി ബിന്ദു കൃഷ്ണ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഈ 1.5 വയസ്സുകാരന്റെ കൊലപാതകം അത് തന്നെ ഞെട്ടലുണ്ടാക്കിയതാണ്. അതിനപ്പുറത്തേക്കാണ് ഇന്നലെ 24-നോട് ഈ വെളിപ്പെടുത്തലുമായി ആമിന രംഗത്തെത്തുന്നത്. അഷ്കറിന്റെ ഈ പ്രതിയായിട്ടുള്ള അഷ്കറിന്റെ ആദ്യ ഭാര്യയാണ് ആമിന. അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ, അത് ഒരു പീഡനം തന്നെ ആ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു. വിഷം നൽകുന്നു, അതുപോലെ തന്നെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, അടിക്കുന്നു, തല ഭിത്തിയിലിട്ട് അമർത്തുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആമിന ആ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അതിനുശേഷവും പുറത്തു കടക്കാൻ വേണ്ടി 13 മാസത്തോളം സമയം വേണ്ടി വന്നു. പിന്നീട് 1 വർഷക്കാലം കോമയിലായിരുന്നു ആമിന. പിന്നീട് ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഇപ്പോൾ കഴിഞ്ഞ 1 വർഷക്കാലമായി ചികിത്സ തേടുകയും ചെയ്യുന്നത്. ഈ കുഞ്ഞിന്റെ മരണത്തിന് ഇപ്പുറമാണ് ഈ ആമിന സംസാരിക്കുകയും തനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംസാരം പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ സംസാരം കൃത്യമായിട്ട് വ്യക്തമാവുകയോ ചെയ്യുന്നില്ല, പക്ഷേ തനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മാധ്യമങ്ങളുടെ മുന്നിലടക്കം പറയുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഈ ആമിനയുടെ വിഷയത്തിൽ, അതായത് ഈ പ്രതിയായിട്ടുള്ള ഒരു ക്രൂരനായിട്ടുള്ള അഷ്കറിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ആമിനയുടെ വിഷയത്തിലും ഒരു തുടർ നടപടികൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ് ആശുപത്രിയിൽ കാണാൻ എത്തിയിട്ടുള്ളത്. തുടർ നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ പ്രതിയായിട്ടുള്ള അഷ്കർ റിമാൻഡിലാണ്, ഈ കുഞ്ഞിന്റെ മാതാവും റിമാൻഡിലാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു കേസ് കൂടി ഇതിൽ അഷ്കറിനെതിരെ ചുമത്തുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്, ആമിനയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന് മുന്നോടിയായാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ അത്രയേറെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ സ്ത്രീ ഈ ആശുപത്രിയിൽ കഴിയുന്നത്. അവർക്ക് നടക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ കൃത്യമായി സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ ആ തനിക്കുണ്ടായ ദുരനുഭവം അവർ ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. എന്തായാലും അതിലൊരു തുടർ നടപടികൾ ഉണ്ടാകും. ഇനി ഇപ്പോഴേ ആശുപത്രിയിൽ നിന്ന് ഒരു ഡിസ്ചാർജ് വാങ്ങി പോകേണ്ട ഒരു അവസ്ഥയിൽ പോലുമല്ല ആമിന. അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ മന്ത്രി വന്ന് കാണുകയും തുടർ നടപടികളും അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ഉണ്ടാകുമെന്നുള്ള കാര്യമടക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ശിശുക്ഷേമ വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ഒരു സന്ദർശനത്തിന് ശേഷം മന്ത്രി ഇറങ്ങി വന്ന് പ്രതികരിക്കാമെന്നുള്ളതാണ് മാധ്യമങ്ങളോട് ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.